കോഴിക്കോട് വടകരയിൽ കാണാതായ യുവാവിനായുള്ള അന്വേഷണം ലോൺ ആപ്പിലേക്ക്. കാണാതായ ആയഞ്ചേരി സ്വദേശി വിഷ്ണു ആപ്പിൽ നിന്ന് 10,000 രൂപ ലോൺ എടുത്തിരുന്നതായി കണ്ടെത്തൽ. തിരിച്ചടവ് മുടങ്ങിയതിനാൽ നിരന്തരം ഭീഷണി കോളുകൾ വന്നിരുന്നെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. വിഷ്ണുവിനായി അന്വേഷണം ബംഗളൂരുവിലേക്കും മംഗലാപുരത്തേക്കും പോലീസ് വ്യാപിപ്പിച്ചു. ഇക്കഴിഞ്ഞ 13-നാണ് ആയഞ്ചേരി സ്വദേശിയായ വിഷ്ണുവിനെ കാണാതായത്. ബാങ്കിലേക്കെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. വഴിയിൽ വെച്ച് സുഹൃത്തിനോട് സംസാരിക്കുന്നതിനിടെ വിഷ്ണുവിന്റെ ഫോണിലേക്ക് കോൾ വന്നിരുന്നതായും അതിനുശേഷം വിഷ്ണു പരിഭ്രാന്തനായിരുന്നുവെന്നും സുഹൃത്ത് മൊഴി നൽകിയിട്ടുണ്ട്. വിഷ്ണു ലോൺ ആപ്പിൽ നിന്നും 10,000 രൂപ വായ്പ എടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ ഫോണിൽ വന്നിരുന്നതായും വിഷ്ണുവിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. ലോണ് തിരിച്ചടവ് തെറ്റിയത് കാരണം അവിടുന്ന് കോള് വരികയും പിന്നെ അവന്റെ മോർഫ് ചെയ്ത ഫോട്ടോ ഇട്ടിട്ട് പലതവണയായിട്ട് അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. 13-ാം തീയതി സമയം തരാം, 14-ാം തീയതിക്കേക്ക് അതിന്റെ കുറച്ച് പൈസയും അടക്കണം, അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നിന്റെ വീട്ടിലോട്ട് വരും, ബാക്കി എന്താ വെച്ചാൽ നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഭീഷണിപ്പെടുത്തിയത്. 65,000 രൂപ ലോൺ എടുത്തിരുന്നുവെന്നും തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായെന്നുമാണ് വിഷ്ണു സഹോദരങ്ങൾക്ക് അയച്ച സന്ദേശത്തിലുള്ളത്. അമ്മയോട് വിഷമിക്കേണ്ട എന്ന് പറയണമെന്നും പ്രശ്നങ്ങളൊന്നുമില്ലെന്നുമാണ് വിഷ്ണു അവസാനമായി അയച്ച സന്ദേശം. കാസർഗോഡ് ബേക്കലിലാണ് വിഷ്ണുവിന്റെ അവസാന ലൊക്കേഷനെന്ന് പോലീസ് അറിയിച്ചു. വിഷ്ണു ട്രെയിനിൽ യാത്ര ചെയ്തെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.